അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വാഷി ടേപ്പാണ്. നിങ്ങൾക്ക് ഇങ്ങനെ വാഷി ടേപ്പൊക്കെ നിങ്ങൾ ഹോംമെയ്ഡ് ആയിട്ട് വാങ്ങും, ഹോംമെയ്ഡ് അല്ല സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയിട്ടുണ്ടാവും. പക്ഷെ നമുക്കത് വീട്ടിൽ വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമുക്കത് ഒന്ന് ഉണ്ടാക്കി നോക്കാം. അതിന് ഫസ്റ്റ് വേണ്ടത് നമ്മളൊരു കട്ടി കുറഞ്ഞ കാർഡ്ബോർഡാണ്, പിന്നെ ഒരു സിസറാണ്. ഈ കാർഡ്ബോർഡിൻ്റെ ലെങ്ത് നിങ്ങൾക്ക് വേണ്ട സൈസിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കുറച്ച് കനം കുറഞ്ഞ കാർഡ്ബോർഡ് എടുക്കുക. ഇങ്ങനത്തെ കാർഡ്ബോർഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പഴയ ബുക്കിൻ്റെ ചട്ടയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു പീസ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് സെല്ലോ ടേപ്പ് ഇങ്ങനെ പൊളിച്ച് വെക്കാൻ നോക്കുക, അല്ലെങ്കിൽ പണി കിട്ടും. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത് എവിടെ നിന്നാണ് പൊളിക്കേണ്ടത് ചെറിയൊരു ഭാഗം പൊളിച്ചിട്ടൊക്കെ വയ്ക്കുക. നെക്സ്റ്റ് ഒരു പാത്രത്തിലുള്ള ഏതെങ്കിലും ഒരു പാത്രം, എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒന്ന് വട്ടം ആയിട്ട് ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ പൊളിച്ച് വെച്ച സെല്ലോ ടേപ്പ് കുറച്ച് ലെങ്ത്തുള്ള കട്ട് ചെയ്യുക കേട്ടോ. എനിക്ക് ലെങ്ത്ത് കുറഞ്ഞ കട്ട് ചെയ്തിട്ട് പിന്നെ അത് തികഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ ലാസ്റ്റ് കൊണ്ടുവച്ച ഭാഗം ഇല്ലേ, അല്ലെങ്കിൽ ഫസ്റ്റ് തുടങ്ങി വെച്ച ഭാഗത്ത് നിന്നിട്ട് ഇങ്ങനെ ഒരു സെല്ലോ ടേപ്പ് വെച്ച് കവർ ചെയ്യാം. പിന്നെ സെല്ലോ ടേപ്പിൻ്റെ പണിയാണ്. പിന്നെയും സെല്ലോ ടേപ്പ് എടുത്ത് കട്ട് ചെയ്ത് നമ്മൾ ഏറ്റവും അവസാനം വരുന്ന പോർഷൻ അറ്റത്തായിട്ട് ഇങ്ങനെ ഒരു സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് നമുക്കിതിൽ വാഷി ടേപ്പ് ഉണ്ടാക്കുക എന്നല്ലേ, ഗ്ലൂ വെച്ച് തന്നെ ഒട്ടിക്കണം. പക്ഷെ എന്നാലും നമുക്കൊരു വൃത്തിക്കൊരു വാഷി ടേപ്പ് ഉണ്ടാക്കിയിട്ടാൽ എങ്ങനെയാണെന്നല്ല മനസ്സിലാം. ഫസ്റ്റ് നമുക്ക് ഒരു ഇതിൻ്റെ പേപ്പർ ആവശ്യം, ഈസ്റ്റ് പേപ്പർ തന്നെ എടുക്കണം. അതിൻ്റെ പേജിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്കൊരു സാധനം നീളത്തിലുള്ള ഒരു സാധനം കിട്ടും, അത് ചുറ്റിക്കൊടുത്താലും മതി. എത്രത്തോളം സക്സസ് ആവുന്ന അറിയില്ല. അങ്ങനെ ഇനിയും വേണമെന്നുള്ളവർക്ക് ഒരു 3 പോർഷൻ ഷീറ്റ് ആയാലും മതി. എനിക്ക് സാധാരണ ടീപ്പേഴ്സാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. A4ലും ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ഇത് ബെഡിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു കാർഡ്ബോർഡോ അല്ലെങ്കിൽ ഒരു റൈറ്റിംഗ് പാഡോ വെക്കുക. പശ തേച്ച് കൊടുക്കണം.
ഏകദേശമൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ? ഇനിയും പോർഷൻ വേണമെന്നുള്ളവർക്ക് ഇനിയും പോർഷൻ കിട്ടും. ഞാൻ ഇത്ര പോർഷനാണ് എടുക്കുന്നത്. അടുത്തത് എന്താന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു പാറ്റേൺ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഞാൻ സ്ട്രോബെറിയാണ് വരച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. റെഡും ഗ്രീനും കൂടിയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പം നമ്മൾ ഇങ്ങനെ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺ വരച്ചു കൊടുക്കുക. നെക്സ്റ്റ് നമുക്കിതൊന്ന് ചുറ്റിയെടുക്കാം. ചുറ്റിയെടുക്കാനായിട്ട് പിന്നെ നമുക്ക് സെല്ലോ ടേപ്പ് ആവശ്യമാണ്. സെല്ലോ ടേപ്പ് ഇതിൽ മെയിനായിട്ട് വേണ്ട കാര്യമാണ്. ഒട്ടിച്ചിട്ടാണ് ഉണ്ടാക്കണമെങ്കിൽ ഗ്ലൂ മെയിനായിട്ട്. ഗൈസ്, ഞാൻ ഈ കാർഡ്ബോർഡിൻ്റെ ചുറ്റിയെടുക്കാൻ സാധിച്ച പോലെ തന്നെ ഈ വാഷി ടേപ്പിൻ്റെയും അങ്ങനെ തന്നെയാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. പക്ഷെ ഇത് ആ സാധനത്തിൽ വെച്ച് റോൾ ചെയ്യേണ്ട ഒരാവശ്യമില്ല. നമ്മുടെ കൈകൾ കൊണ്ട് ഇങ്ങനെ റോൾ ചെയ്തെടുത്താൽ മതി. നമ്മുടെ കൈ കൊണ്ട് തന്നെ റോൾ ചെയ്തെടുക്കാൻ പറ്റിയൊരു സാധനം, അല്ലാതെ ഒരു സാധനം. നെക്സ്റ്റ് പിന്നെയും സെല്ലോ ടേപ്പ്. അപ്പൊ ഗൈസ്, നമുക്കൊരു കുഞ്ഞു പീസ് സെല്ലോ ടേപ്പ് കൂടി വേണം. ആ റോൾ ചെയ്തെടുത്ത വാഷി ടേപ്പിൻ്റെ കൂടെ ഇതൊന്ന് ഒട്ടിച്ചെടുക്കും. റോൾ ചെയ്തെടുക്കാൻ ഭയങ്കര പാടാണ്. പിന്നെയും കേടായി. അതിനോട്ട് ഒഴിക്കണം. റോൾ ചെയ്യാൻ പെട്ടാ പാടേ. ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവരുടെ കയ്യിൽ മസ്റ്റ് ആയിട്ടുണ്ടാകുന്ന ഒരു സാധനമാണ് വാഷി ടേപ്പ്. അതിന് ഈ 10, 200, 300 ഒക്കെ കൊടുത്ത് ഉണ്ടാക്കുന്ന സാധനം അല്ല കേട്ടോ. ഇത് മേടിക്കാനും പറ്റും, നമുക്ക് തന്നെ ഉണ്ടാക്കാനും പറ്റും. വെറുതെ കാശ് പിടിച്ചു നമുക്ക് ഉണ്ടാക്കാൻ. പക്ഷെ ഉണ്ടാക്കാൻ കുറച്ച് പണി എന്ന് പറയുന്നത് ഫുള്ള് പണിയൊന്നല്ല കേട്ടോ. ഇത് റോൾ ചെയ്തെടുക്കാൻ മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഈ റോൾ ചെയ്തതിൻ്റെ അറ്റത്ത് ഇതുപോലെ ഒരു സെല്ലോ ടേപ്പ് ഒട്ടിച്ചു. അപ്പൊ ഗൈസ്, നമ്മുടെ വാഷി ടേപ്പ് റെഡി. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ഇനിയും കുറേ ലെങ്ത് എടുക്കാം. ഞാനത് കുറച്ച് ലെങ്ത് ഒരു ഡെമോയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി നോക്കുക കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പൊ ഗൈസ്, നമുക്ക് നെക്സ്റ്റ് കുറച്ച് സ്റ്റാമ്പ്സ് ഉണ്ടാക്കിയാലോ. സ്റ്റാമ്പോ വീട്ടിൽ വെച്ചിട്ടോ അതെങ്ങനെ ഒട്ടിക്കൊക്കെ തന്നെ വേണം. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. ഞാൻ കാണിച്ചു തരേ. ഫസ്റ്റ് നമ്മളൊരു ബുക്കിൽ എന്താ നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺ വരച്ചു കൊടുക്കണം. ഇപ്പൊ ഏത് പാറ്റേൺ നമ്മൾ വരയ്ക്കാം? സ്ട്രോബെറി. നമ്മളപ്പോൾ ഒരു
സ്ട്രോബെറി ഇങ്ങനെ വരച്ചു കൊടുക്കണം. എനിക്ക് നന്നായിട്ട് വരയ്ക്കാനൊന്നും അറിയില്ല കേട്ടോ. കിട്ടതുപോലെ അങ്ങ് വരച്ച് നമുക്ക് റെഡ് കളർ കൊടുക്കാം. ഇനി എൻ്റെ ഗ്രീൻ കളർ കൊടുക്കാം. ഗ്രീൻ കളർ ഇതുപോലെ എൻ്റെ ഇലയ്ക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ വെച്ചിട്ട്, ഞാനിപ്പോൾ ഇവിടെ ബ്ലൂ ആണ് എടുക്കുന്നത്, അത് വെച്ചിട്ട് ഇങ്ങനെ ഒരു ചതുരം വരയ്ക്കാം. കാണിച്ചു തരാതെ ഇങ്ങനെ ഒരു ചതുരം വരയ്ക്കാം. മനസ്സിലായി കാണുമല്ലോ? ഇത് വരച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ തന്നെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് കുത്തി വെക്കാനായിട്ട് ഇങ്കൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾ മനസ്സിലാക്കണം. ആദ്യത്തെ നെക്സ്റ്റ് നമുക്ക് ഏത് പാറ്റേൺ ചെയ്യാം? അപ്പൊ നമുക്ക് ഒരു ചെറി വരയ്ക്കാം. ചെറി വരയ്ക്കാനായിട്ട് ഞാൻ ഇങ്ങനെ 2 വരട്ടിട്ട് ഇങ്ങനെ എടുക്കും കേട്ടോ. നെക്സ്റ്റും ബ്ലൂ കളർ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ ചതുരം തന്നെ വരയ്ക്കാം. ഞാനൊരു ജസ്റ്റ് ഒന്ന് ഭംഗിയാവട്ടെ എന്ന് വിചാരിച്ച് വരച്ചതാണ്. നെക്സ്റ്റ് നമുക്ക് അപ്പൊ ഗൈസ് നമുക്കിനി ഒരു ഹലോ കിറ്റി കൂടെ വരച്ചിട്ട് കട്ട് ചെയ്യാം. എത്രത്തോളം ക്യൂട്ടാവുന്ന അറിയില്ല, എന്നാലും നമുക്ക് വരച്ചു നോക്കാം. ഗൈസ് നമ്മൾ ഹലോ കിറ്റീനെ വരച്ചു. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനായി നിങ്ങൾക്ക് ആവശ്യം ഒരു സിസറാണ്. സിസർ എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. ഇതേപോലെയാണ് ഗൈസ് നമ്മൾ സ്റ്റാമ്പ് കട്ട് ചെയ്തെടുക്കേണ്ടത്. വരച്ചത് ഇത്തിരി കോളായിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ഒരെണ്ണം കൂടി കട്ട് ചെയ്തെടുക്കാം. അതേപോലെ നമ്മൾ സ്ട്രോബെറിയും ചെറിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇതാണ് ഗൈസ് ബ്രഷ് പെൻ. നിങ്ങൾക്ക് കാണുന്നവർക്ക് അറിയായിരിക്കും, ഇത് ഡോംസിന്റെ ബ്രഷ് പെൻ. അപ്പൊ ഗൈസ് ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ കിട്ടും. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇത് തുറന്ന് കാണിച്ചു തരാം. ഞാൻ ഡോംസിന്റെ ആണ് വാങ്ങിയത്. നിങ്ങൾക്ക് ഇത് ക്യാമറിന്റെയും കിട്ടും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ.